ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ വിഷയത്തെ കുറിച്ച് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ചെയ്തതിൽ നിന്ന് അതിന്റെ കമന്റുകളും അതുമായിട്ട് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ, അപ്പോൾ അത് അത്രയും മെസ്സേജുകളൊക്കെ വന്ന സമയത്താണ് എനിക്ക് വീണ്ടും ഇതേ വിഷയത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യണം തോന്നിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പില്, പ്രത്യേകിച്ച് വാട്സപ്പിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പെർമിഷനോടും അല്ലാതെ നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു അപ്ലിക്കേഷനുകളോ നമ്മളൊരു റെസ്യൂമെ അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ ജോബ്, പാർട്ട് ടൈം ജോബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ജോലിക്കൊപ്പം തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ഈ പാർട്ട് ടൈം ജോബ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പിൽ വരുന്ന സന്ദേശം. ജസ്റ്റ് ഒരു മെസ്സേജ് ആണ്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജിന് പുറമെ അവരുടെ കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊക്കെയാണ്, ഒരു കമ്പനിയാണ്, ഞങ്ങളുടെ കമ്പനിക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ, മെയിനായിട്ട് യൂട്യൂബിൽ ഓരോ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു ഷെയർ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 രൂപ അല്ലെങ്കിൽ 50 രൂപ വരെ കിട്ടും. ഒരു ദിവസം നിങ്ങൾക്ക് 6000 രൂപ വരെ സമ്പാദിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്, പ്രലോഭിപ്പിച്ചിട്ടാണ് നിങ്ങളെ ഈ ജോലിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ജോലി, ഓക്കെ എനിക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ജോലിയിലേക്ക് പലരും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വരും. അങ്ങനെ നിങ്ങൾ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ചോദിക്കും. ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഈ സ്ക്രീൻഷോട്ട് അവർ വെറുതെ ചോദിക്കുകയാണ്, ഇത് ശരിക്കും ഒതന്റിക് ആണ്, ഇവര് പക്ക ജെന്യുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ട് അവർ ചെയ്യിക്കുന്ന ഒരു ട്രിക്കാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അവർ നിങ്ങൾക്ക് ഒരു 3 ടാസ്ക് തരും. ഈ ഒരു 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഇതൊക്കെ അവരുടെ ക്ലയന്റുകളാണ്, അവർക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ നിങ്ങളോട് പറയാം. അപ്പം അങ്ങനെ ഒരു 3 ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 രൂപ തരും. അങ്ങനെ വീണ്ടും ചിലപ്പോൾ ഒരു 400 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു 400 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് തരും. ഈ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് തരും. ആ ടാസ്കിന് നിങ്ങൾ ചിലപ്പോൾ 10000 രൂപ കൊടുക്കേണ്ടി വരും. ആ ടാസ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇനി നിങ്ങൾ കൊടുത്ത 10000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അവർ പറയാ, രണ്ടാമത്തെ ടാസ്ക് ഉണ്ട്, ആ ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഏതായാലും 10000 രൂപ കൊടുത്തു, ഈ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ 10000 നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വീണ്ടും മൂന്നാമത്തെ ടാസ്കിലേക്ക് എൻട്രി ചെയ്യും. അങ്ങനെ ഒരുപാട് ടാസ്കുകളിൽ നിന്ന് ടാസ്കുകളിലേക്ക് പോയിട്ട് നിങ്ങളുടെ പൈസ മൊത്തം അവര് ലൂട്ട് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സ്കാം. ഈ യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്തിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്നുള്ളത് ഈ അങ്ങനെയുള്ള ഒരു സ്കാമാണ്. ഇനി ഈ പറഞ്ഞ രീതി അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ വാട്സപ്പില് മെസ്സേജ് വന്നിട്ട് ഇതുപോലെ യൂട്യൂബ് ലൈക്ക്, കമന്റ്, ഷെയർ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു 150 രൂപയാണ് ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് അവർ അയക്കാൻ പോകുന്നത്. ഈ ഇനീഷ്യൽ പേയ്മെന്റ് അയക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ 1 രൂപ, കൂടുതലൊന്നും വേണ്ട, 1 രൂപ അയച്ചു കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും 1 രൂപയില്ല, എന്താ 1 രൂപ അയച്ചു കൊടുത്താലേ എന്ന് വിചാരിക്കും. അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ UPI ID യോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് ഇൻഫർമേഷൻസുകൾ അവർ അതിൽ നിന്ന് എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയും പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ടാസ്കുകൾ, ഫസ്റ്റ് ടാസ്കിൽ ഇത്ര പൈസ, രണ്ടാമത്തെ ടാസ്കിൽ ഇത്ര പൈസ, അങ്ങനെ 95,000 രൂപ വരെ നഷ്ടപ്പെട്ട ആളുകളെ എനിക്ക് നേരിട്ടറിയാം. കൊച്ചിയിലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 10, 20, 22 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇയാള് പാർട്ട് ടൈം ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ജോലി ചെയ്തു വരികയാണ്. ഈ ജോലി ചെയ്തു വരുന്ന സമയത്ത്
ഈ ഒരു മെസ്സേജ് കിട്ടുന്നു. ആ മെസ്സേജിലൂടെ വീട്ടിൽ പോലും അറിയാതെ ഈ ആൾക്ക് കിട്ടിയ പൈസ, കയ്യിലുണ്ടായിരുന്നതും വീട്ടുകാർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയും ഇങ്ങനെ ടാസ്ക് ചെയ്ത് ചെയ്ത് 95,000 രൂപ വരെ നഷ്ടപ്പെട്ടിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും വഴിയുണ്ടോ ഈ പൈസ കിട്ടാൻ, എന്റെ എത്ര പൈസ പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിന് കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ പോലീസിൽ സൈബർ ക്രൈമിൽ ഒരു റിപ്പോർട്ട് ചെയ്യുക, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കണ്ട. പൈസ പോയതായിട്ട് കൂട്ടണം. ഇനി കൂടുതൽ പൈസ ഈ ടാസ്കുകൾ ഇവിടെ വെച്ച് നിർത്തുക. ഇനി നിങ്ങൾ ടാസ്ക് വീണ്ടും ഏറ്റെടുത്താൽ നഷ്ടങ്ങൾ ഇനിയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി ടാസ്കിലേക്ക് പോകരുത് എന്നുള്ള ഉപദേശമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ ഇനി നടത്താതിരിക്കുക. അപ്പൊ ആ ആള് പറഞ്ഞത് എന്റെ സാലറി ഒക്കെ ഈ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയിട്ട് സ്ഥാപനത്തിൽ പോയിട്ട് ഈ സാലറി എടുക്കുന്ന അക്കൗണ്ട് അതൊന്ന് മാറ്റി കൊടുക്കുക, വേറെ നമ്പറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പൈസ പോയി കഴിഞ്ഞാൽ അത് കിട്ടിയ ചരിത്രം ഉണ്ടാവും ചിലപ്പം വളരെ വിരളമായിട്ട്. ഇവര് ഇന്ത്യയിൽ നിന്നിട്ടും ഇന്ത്യക്ക് പുറത്ത് നിന്നിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ടീംസുകളാണ്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ നീണ്ടുപോയി. പക്ഷെ ഇപ്പൊ ഞാൻ ഇത് വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വീണ്ടും എനിക്ക് പറയാൻ തോന്നിയാണ്ടായ കാരണം, ഈ അടുത്ത് ഒരു 3-4 ദിവസം മുന്നേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏപ്രിൽ 17-നാണ്. ഒരു 3-4 ദിവസം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ വിഷുവിന്റെ അവധി സമയങ്ങളിൽ എനിക്കൊരു വാട്സപ്പില് ഒരു ഗ്രൂപ്പിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഗ്രൂപ്പിലുള്ള ആളുകളെ അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഗ്രൂപ്പ് അഡ്മിന് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഈ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 10 ഗ്രൂപ്പിലെ ആളുകളെ ഒന്നിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവരെ ആഡ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ കാണിക്കാം. അവര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരുപാട് ആൾക്കാരുള്ള ഇതിൽ ഇവർ ഈ ജോലി സംഭവം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇന്ന ജോലി ഉണ്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ അവർ പറയാണ്. അപ്പം അതിലൊരാൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പില്, നമുക്ക് ഇതിന്റെ ചെയ്യാൻ ഈ ഒരു ജോബ് ഇഷ്ടപ്പെട്ടിട്ട് ഒരാള്, പരിചയമൊന്നുമില്ല, എനിക്കതിൽ പരിചയമുള്ള ഒരാൾ പോലും അതിലില്ല. കുറെ നമ്പറുകളാണെങ്കിൽ പ്ലസ് വേറെ കൺട്രി കോഡൊക്കെ വെച്ചിട്ടുള്ള നമ്പറുകൾ. ഒരാളതിൽ ചോദിച്ചു, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം അതിൽ ചോദിച്ചു. അവർക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ള രീതിയിൽ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ എനിക്കത് പറ്റിപ്പ് പരിപാടിയാണെന്ന് നേരത്തെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ഇത് തട്ടിപ്പാണ്, ഇതിൽ പെട്ടുപോകരുതെന്ന് ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു. ആ സ്പോട്ട് തന്നെ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു, എന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആ ടീമിൽപ്പെട്ട ഒരാൾ തന്നെ ആയിരിക്കും ഈ ഒരു മെസ്സേജ് അയച്ചിട്ട് താല്പര്യമുള്ളത് പോലെ പ്രകടിപ്പിക്കുക. അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള മറ്റുള്ള ആളുകൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചോദിച്ചതന്നെ ആയിരിക്കും. അപ്പൊ അയാളോട് തന്നെ ഞാൻ പറഞ്ഞത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഈ പാർട്ട് ടൈം ജോബ് വാട്സപ്പിലൂടെ വരുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയാസിൽ എതിലെ വരുന്നതാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ഒരു കോള് പോലും ചെയ്യാതെ നിങ്ങളെ വിളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇത് തട്ടിപ്പാണ്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് 100 രൂപ 200 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള, മാമുക്കോയ പറഞ്ഞ പോലെ ഇന്ന് വരും നാളെ വരും, മറ്റന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒന്നായിട്ടൊരു പോക്കുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തു, ഇങ്ങനെ ഒരു ഓൺലൈൻ ഇത് വന്നു, എനിക്ക് 100 രൂപ കിട്ടി, എനിക്ക് 200 രൂപ കിട്ടി, പിന്നെ അവർ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, അപ്പൊ ഞാൻ നിർത്തി എന്നൊക്കെയുള്ള കമന്റുകൾ ഇതിന്റെ മുമ്പിട്ട് ഞാൻ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന്റെ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. ഈ ഒരു ഗ്രൂപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ ആണ് ഈ പൈസ തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പൊ ഒരാളും ഈ ഒരു ഫ്രോഡ് പരിപാടിയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം യൂട്യൂബിൽ വളരെ കുറച്ച് കണ്ടന്റ്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ട ആ കണ്ടന്റ് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ.
യൂട്യൂബ് ലൈക്ക് സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വേറെ ആരും ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് വരെ ആരും ഇട്ടിട്ടില്ല. മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയെന്നൊക്കെ. അപ്പൊ അത് ഇത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബ് ആണോ എന്ന് കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കുക.